സെക്ഷൽ അറ്റാക്ക് നടന്നിട്ടുണ്ട്. റിയാക്ട് ചെയ്ത സമയത്ത് അറ്റാക്ക് ചെയ്ത് സെൽഫായിട്ട് ഹാങ് ചെയ്ത സമയം കട്ട് ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ വകുപ്പുകളാണ് നമ്മളിപ്പോ ഇയാൾക്കെതിരെ, അതായത് ബലാത്സംഗം? ഇപ്പൊ നിലവില് ബലാത്സംഗം, അതുപോലെ തന്നെ കൊലപാതകം. റിക്കവർ ചെയ്തത് താഴെയിടാൻ ഉപയോഗിച്ച കത്തി, ചുറ്റിക, അതുപോലെ തന്നെ ഊരി മാറ്റിയ ആ കുട്ടിയുടെ ഡ്രസ്സ്. ഇതിൽ വസ്തുക്കൾ ഉപയോഗിച്ചാണോ മർദ്ദിച്ചത് അല്ലെങ്കിൽ കൈവച്ച് എങ്ങനെയാണെന്തെങ്കിലും? കൈവച്ചിട്ടുള്ളതാണ് മർദ്ദിച്ചിട്ടുള്ളത്. ബാക്കി സാറേ ഈ ചുറ്റി എന്തിനായിരുന്നു? ചുറ്റിവെച്ചും മർദ്ദിച്ചിട്ടുണ്ട്. ചുറ്റി വെച്ച് മർദ്ദിച്ചിരുന്നു. തലക്കാണോ അടിച്ചത്? എങ്ങനെയാണ്? ദേഹമാസകലം കൺഫ്യൂഷൻ ഉണ്ട്, കഴുത്തിലും അടിവരലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഷോൾ ഉപയോഗിച്ചത് അനൂപ് തന്നെയാണോ കുട്ടീനെ കഴുത്ത് മുറിക്കിയത്? ഹാങ്ങിങ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹാങ്ങിങ് സെൽഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചെത്തി താഴെ ഇട്ടിട്ടുള്ളതും ബാക്കി ശ്വാസം മുട്ടിച്ചതല്ല. കുട്ടിയുടെ പണമൊക്കെ ഇയാള് ഉപയോഗിച്ച് ഇയാൾ ആ കുട്ടിയെ കഴുത്ത് ഞെരിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. അതേ രീതിയിൽ കൃത്യമായിട്ട് കൂടുതലായിട്ട് അന്വേഷണം നടത്തിയിട്ട് മാത്രമേ പറയാൻ സാധിക്കും. ഇപ്പോഴത്തെ അതെങ്ങനെയാണ് ഒച്ചെടുക്കാൻ വേണ്ടി, ഒച്ച വരാതിരിക്കാൻ, പുറത്ത് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം സമയം ശ്വാസം മുട്ടിച്ച്. ഈ കുട്ടിയുടെ പണവും ഒക്കെ ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നു? പണം, ഈ അക്കൗണ്ടിലെ പൈസ, അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടി മരിച്ചു എന്നുള്ള ഒരു ധാരണയിൽ മറ്റുള്ളവർ അറിയുന്നുള്ള രീതിയിലാണ് അതിനെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. വേറെ പ്രതികളുണ്ടോ സാർ? ഏകദേശം ആ ഒരു രീതിയിലാണ് അയാള്. രാത്രി 10:00 കയറി രാവിലെ കൺഫർമേഷൻ പ്രകാരം രാവിലെ 7 മണിക്കാണ് അയാളുടെ പോയത്. ഇപ്പൊ വീടിന്റെ ബാക്കിലെ സൈഡിലാണ്. വേറെ പ്രതികളുണ്ടോ സാർ? വേറെ ഇയാളെ കൊണ്ടുവന്നാക്കുന്ന ഒരു സുഹൃത്തും വിളിച്ചുകൊണ്ടോ മറ്റൊരാൾ? പ്രതി പട്ടികയിലോട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് മാത്രം തീരുമാനിക്കാം. 2 ക്രിമിനൽ കേസിലും ഒരു NDPS നിലവിൽ പ്രതിയാണ്.